യോഗയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അത് എല്ലാ ആൾക്കാരും, സ്ത്രീകളും കുട്ടികൾക്കും പുരുഷന്മാർക്കും പിന്നെ കുറച്ച് വയസ്സുള്ള ആളുകൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന യോഗയിലെ പ്രധാനപ്പെട്ട ഒരു ആസനം. ഇത് നിത്യം പരിശീലിച്ചാൽ ഈ പ്രമേഹ രോഗവും ഇല്ലാതാവും, സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യം അതേപോലെ നിലനിർത്താൻ ഈ യോഗ വളരെ ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് ഞാനിപ്പം കാണിച്ചു തരും. ഇത് കാണിച്ചു തന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഒരു എഴുന്നേറ്റ് എല്ലാം പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു 20 പ്രാവശ്യം ചെയ്യുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം അതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മുഖമെല്ലാം നല്ല തുടുത്ത് വരും. പിന്നെ അതിന് കണക്കായിട്ട് കുറച്ച് ആഹാരക്രമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ യോഗയിലേക്ക് അത് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ സൗന്ദര്യവർദ്ധകർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പിന്നെ കുട്ടികൾക്കും. അപ്പോൾ ഞാൻ യോഗ കാണിച്ചു തരാണ്. അപ്പം ഞാൻ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ യോഗയിലേക്ക് തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രമേഹ രോഗം മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു എക്സസൈസ്, അതായത് ഒരു ആസനം, സ്ഥിരം സുഖം ആസനം എന്നാണ് ഇതിൻ്റെ പറയുന്നത്. നമുക്ക് ശരീരത്തിന് സുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ദണ്ഡാസനത്തിലിരിക്കുകയാണ്. ദീർഘശ്വാസം എടുക്കുക, സാവധാനം വിടുക. ദീർഘശ്വാസം എടുക്കുക, സാവധാനം വിടുക. അതിനുശേഷം നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കുക. വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളിരുന്ന് കാല് മടക്കി ഇതൊക്കെ ഇരുന്ന് കൈ രണ്ടും മുട്ടിൻ്റെ മേലെ ഇരിക്കും. ഇതിനാണ് വജ്രാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വജ്രാസനത്തിൽ ഇരുന്ന ശേഷം നമ്മൾ കൈ വിരലുകൾ മടക്കി പെരുവിരലിൻ്റെ അടിയിൽ വെക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. ഇത് നമ്മളെ പൊക്കിളിൻ്റെ മേലെ വെക്കുക. കറക്റ്റായിട്ട് നേരെ ഇരിക്കുക. ശ്വാസം എടുക്കുക, ദീർഘശ്വാസം എടുക്കുക. വിട്ടുകൊണ്ട് സാവധാനം താഴെ വന്നിട്ട് നേരെ നോക്കുക. ഉണ്ടാ, ഇങ്ങനെ നേരെ നോക്കി നിൽക്കുക. കുറച്ച് നേരം നിൽക്കുക, ഒരു 10 സെക്കൻഡ് നേരം, അല്ലെ 10 വരെ എണ്ണിയാൽ മതി. പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം തല ഉയർന്നു വരിക. ഒന്നുകൂടി ഞാൻ എടുക്കാം. ഇത് 10-20 പ്രാവശ്യം എടുക്കണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടും. ഒന്ന് ശ്വാസം എടുക്കുക.